ഗുഡ് മോർണിംഗ് ഓൾ. ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 19 വെള്ളിയാഴ്ചയാണ്. ആദ്യം US മാർക്കറ്റിലേക്ക് വരാം. തുടർച്ചയായ 5ാമത്തെ ദിവസവും നാസ്ഡാക്കും S&P 500ഉം നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തത്. തുടർച്ചയായ 5 മാസത്തെ നേട്ടത്തിന് ശേഷം ഏപ്രിൽ മാസം നഷ്ടത്തിൽ ക്ലോസ് ചെയ്യാൻ ഒരുങ്ങുകയാണ് S&P 500. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നടന്നത് ഇൻഫോസിസിന്റെ റിസൾട്ട് തന്നെയായിരുന്നു. US-ൽ ഇൻഫോസിസ് ADR ഏകദേശം 2.5% ഇടിയുകയുണ്ടായി. ഇനി ഇന്ത്യയിലേക്ക് വന്നാൽ ലോക്സഭ ഇലക്ഷൻ വോട്ടിംഗിന്റെ ഫസ്റ്റ് ഫേസ് ഇന്ന് ആരംഭിക്കുകയാണ്. ഇനി നമ്മുടെ മാർക്കറ്റ് നിഫ്റ്റിയിലേക്ക് വന്നാൽ ഇന്ന് ഒരു 175 മുതൽ 185 പോയിന്റ്സിന്റെ ഒക്കെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. FIs വലിയ സെല്ലിങ്ങിലാണ് എന്നത് ആശങ്ക ഉയർത്തുന്നു. ഇനി നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാത്തവർ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക. ഇന്നത്തെ ഏറ്റവും പ്രസക്തമായ കുറച്ച് വാർത്തകൾ നോക്കാം. ആദ്യം ലോകത്തിലെ ഏറ്റവും വലിയ പൊതു തെരഞ്ഞെടുപ്പിന് ഇന്ത്യ തയ്യാറെടുക്കുകയാണ്. ഏപ്രിൽ 19 അതായത് ഇന്ന് വെള്ളിയാഴ്ച മുതൽ 7 ഘട്ടങ്ങളിലായാണ് തിരഞ്ഞെടുപ്പ് നടക്കുക. ജൂലൈ 4 ഫലം പ്രഖ്യാപിക്കുന്നത്. 1 ദശലക്ഷത്തിലധികം പോളിംഗ് സ്റ്റേഷനുകളും 15 ദശലക്ഷത്തിലധികം ഉദ്യോഗസ്ഥരും സുരക്ഷാ ഉദ്യോഗസ്ഥരും തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഏർപ്പെടുന്നുണ്ട്. മലകളും നദികളും പോലുള്ള ദുഷ്കരമായ ഭൂപ്രദേശങ്ങളിൽ പോലും വോട്ടവകാശം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉറപ്പാക്കുന്നുണ്ട്. ഇനി 21 സംസ്ഥാനങ്ങളിലെയും പ്രദേശങ്ങളിലെയും 102 മണ്ഡലങ്ങളിലേക്കാണ് ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുക. ഏതായാലും സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചും ഇലക്ഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. ഒത്തിരിയേറെ അപ്സ് ആൻഡ് ഡൗൺസും വോളറ്റാലിറ്റി ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു മാർക്കറ്റ് തന്നെയാണ് വരാനിരിക്കുന്നത്. എന്തായാലും പ്രതീക്ഷയോടെ തന്നെ നമുക്ക് കാത്തിരിക്കാം. മറ്റൊരു വാർത്തയിലേക്ക്. ഇന്ത്യയിലെ ടാറ്റ മോട്ടോഴ്സ് തങ്ങളുടെ ജാഗ്വർ ലാൻഡ് റോവർ ആഡംബര ഇലക്ട്രിക് കാറുകൾ ഇറക്കുമതി ചെയ്യാൻ പുതിയ സർക്കാർ നയം വഴി പദ്ധതിയിടുന്നു. കൂടാതെ ടാറ്റ മോട്ടോഴ്സ് തമിഴ്നാട്ടിൽ $1 ബില്യൺ ജാഗ്വർ ലാൻഡ് റോവർ കാർ നിർമ്മാണ പ്ലാന്റ് നിർമ്മിക്കാനും പദ്ധതിയിടുന്നു എന്നും ഈ വാർത്ത പറയുന്നു. മറ്റൊരു വാർത്ത കൂടി പുറത്തു വന്നത് 2024 ഏപ്രിൽ 24 മുതൽ നിഫ്റ്റി നെക്സ്റ്റ് 50 സൂചികകൾ NSE ഡെറിവേറ്റീവ് കരാറുകൾ ആരംഭിക്കും. നിഫ്റ്റി 100 ഇൻഡെക്സിന്റെ ഭാഗമായ 50 കമ്പനികളെയാണ് നിഫ്റ്റി നെക്സ്റ്റ് 50 സൂചികയിൽ ഉൾപ്പെടുത്തുന്നത്. എന്നാൽ നിഫ്റ്റി 50 സൂചികകൾ ഉൾപ്പെട്ട സ്റ്റോക്കുകളായിരിക്കില്ല ഇത്. കൂടാതെ ഈ ഡെറിവേറ്റീവ് കരാറുകൾ അവതരിപ്പിക്കുന്നതിന് NSEക്ക് സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയിൽ നിന്നും അനുമതി ലഭിച്ചു. മറ്റ് സ്റ്റോക്ക് ന്യൂസുകൾ നോക്കാം. ആദ്യം ഇന്ത്യയിലും ദരിദ്ര രാജ്യങ്ങളിലും വിൽക്കുന്ന ശിശുഭക്ഷണത്തിൽ നെസ്ലെ പഞ്ചസാര ചേർക്കുന്നതായി പറയുന്നു. യൂറോപ്പിലും US-ലും പഞ്ചസാര ഒഴിവാക്കുന്നതായും ഈ റിപ്പോർട്ട് പറയുന്നു. ഏതായാലും ലോകാരോഗ്യ സംഘടന ഇതിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇനി Q4 റിസൾട്ടുകളിലേക്കാണ്. ആദ്യം ഇൻഫോസിസ് ഏകീകൃത ലാഭം 7,969 കോടി രൂപയായിട്ടാണ് രേഖപ്പെടുത്തിയത്. ആദായ നികുതി റീഫണ്ട് വഴി മുൻ പാദത്തെ അപേക്ഷിച്ച് 30.5% വർദ്ധിച്ചു. എന്നാൽ മൊത്തത്തിലുള്ള വരുമാനം വിദഗ്ധരുടെ കണക്കുകൾ തെറ്റുകയാണ് ചെയ്തത്. പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വരുമാനം ക്വാർട്ടർ ടു ക്വാർട്ടർ കമ്പയർ ചെയ്യുമ്പോൾ 2.3% ഇടിഞ്ഞ് 37,923 കോടി രൂപയിലെത്തി. ഡോളർ മൂല്യത്തിൽ വരുമാനത്തിൽ 2.1% കുറയുകയും ചെയ്തു. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ US മാർക്കറ്റിലെ ഇൻഫോസിസ് ADR ഇന്നലെ 2.5% മുകളിൽ ഇടിയുകയുണ്ടായി. അടുത്തത് ബജാജ് ഓട്ടോ. മാർച്ച് 2024 അവസാനിച്ച പാദത്തിൽ 1,936 കോടി രൂപയാണ് ലാഭമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒരു വർഷം മുൻപുള്ള കണക്കുകളിൽ നിന്ന് 35% കുത്തനെയുള്ള വർധനവാണ് ലാഭത്തിലുണ്ടായിരിക്കുന്നത്. ഇനി പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വരുമാനം 29% വർദ്ധിച്ച് 11,485 കോടി രൂപയിലെത്തി. വിൽപ്പന അളവ് 24% വർദ്ധിച്ച് 10.62 ലക്ഷം യൂണിറ്റിലെത്തി. അടുത്തത് ICICI സെക്യൂരിറ്റീസ് ആണ്. 2024 അവസാനിച്ച പാദത്തിൽ കമ്പനിയുടെ ഏകീകൃത അറ്റാദായം 536.5 കോടി രൂപയായി റിപ്പോർട്ട് ചെയ്തു. മുൻവർഷത്തെ അപേക്ഷിച്ച് 104.3% വർധനവുണ്ടായിരിക്കുന്നത്. പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വരുമാനം കഴിഞ്ഞ വർഷത്തെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച് 74.4% വർദ്ധിച്ച് 1,543.2 കോടി രൂപയായി. അടുത്തത് ഗോകുൽദാസ് എക്സ്പോർട്സ് ആണ്. കമ്പനി അതിൻ്റെ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെൻറ്റ് ഏപ്രിൽ 18 ആരംഭിച്ചു. 789.99 ഫ്ലോർ പ്രൈസായി നിശ്ചയിച്ചിരിക്കുന്നത്. അടുത്ത് ഹഡ്കോയാണ്. ഹഡ്കോയ്ക്ക് നവരത്ന പദവി ലഭിച്ചു എന്നൊരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത. ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ ജിയോ ഫിനാൻഷ്യൽ സർവീസസ്, വിപ്രോ, ഹിന്ദുസ്ഥാൻ സിങ്ക്, HDFC അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി എന്നിവയാണ്. ഇന്ന് F&O സെഗ്മെൻറ്റിൽ ബാനായ സ്റ്റോക്കുകൾ: ബൽറാംപൂർ ചിനി മിൽസ്, ബന്ധൻ ബാങ്ക്, GNFC, ഹിന്ദുസ്ഥാൻ കോപ്പർ, വോഡാഫോൺ ഐഡിയ, മെട്രോപോളിസ് ഹെൽത്ത് കെയർ, നാഷണൽ അലുമിനിയം കമ്പനി, പിരാമൽ എന്റർപ്രൈസസ്, സെയിൽ, സി എന്റർടൈൻമെന്റ് എന്നീ കമ്പനികളാണ്. ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളാണ് ഇവിടെ ഷെയർ ചെയ്ത്. ഇനി നമ്മുടെ ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ 10 മണിയോടുകൂടിയാണ്. 10 മണി മുതൽ 3:30 വരെയാണ് ലൈവ് ഉണ്ടായിരിക്കുക. ഇനി നമ്മുടെ എഡ്യൂക്കേഷണൽ വ്യൂസ് രാവിലെ 9 മണി മുതൽ തന്നെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ
തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നിഫ്റ്റി 22,000-ന് താഴെ 21,995 195 പോയിന്റ്സ് ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്യുന്നത്. ഒരു എക്സ്ട്രീം വോളറ്റൈൽ ഡേ ആയിരുന്നു ഇന്നലെ നമുക്ക് കാണാൻ സാധിച്ചത്. ആദ്യം ഈ ആഴ്ചയുടെയും ഏപ്രിൽ മാസത്തിന്റെയും US മാർക്കറ്റുകളുടെയും ഇന്ത്യൻ മാർക്കറ്റുകളുടെയും ഒരു കമ്പാരിസൺ ആണ് ആദ്യം തന്നെ നമ്മൾ നടത്തുന്നത്. ഇന്നലെ വൈകുന്നേരം 3:30 വരെയുള്ള ഡാറ്റയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ആദ്യം ഈ ആഴ്ചയിലേക്ക് പോയാൽ ഡൗ ജോൺസ് ഈ ആഴ്ച 1.3% ഇടിഞ്ഞത്. S&P 500 2.8% ഇടിഞ്ഞു. നാസ്ഡാക്ക് 4.6% ഇടിഞ്ഞു. ഇനി നിഫ്റ്റിയിലേക്ക് വന്നാൽ 2.1% ഈ ആഴ്ച ഇടിഞ്ഞിരിക്കുന്നത്. ഇനി ഏപ്രിൽ മാസത്തിലേക്ക് വന്നാൽ ഡൗ ജോൺസ് 5.1% ഇടിഞ്ഞപ്പോൾ S&P 500 4.4% ഇടിഞ്ഞത്. നാസ്ഡാക്കും 4.2% ഇടിവാണ് രേഖപ്പെടുത്തിയത്. ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നാൽ 1.5% മാത്രം ഇടിവാണ് ഇന്ത്യൻ മാർക്കറ്റിൽ നിഫ്റ്റി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യൻ മാർക്കറ്റ് വളരെ ശക്തമാണ് എന്ന് ഈ ഡാറ്റ കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇനി നിഫ്റ്റിയിലേക്ക് വന്നാൽ 50 EMA ബ്രേക്ക് ചെയ്തു. അത് ഒരു നെഗറ്റീവായി തന്നെ കണക്കാക്കണം. 22,000-ന് താഴെ ക്ലോസ് ചെയ്തു എന്നത് മറ്റൊരു നെഗറ്റീവ് ഫാക്ടർ തന്നെയാണ്. പക്ഷേ വീക്ക്ലി ചാർട്ടിലെ റൈസിംഗ് ചാനലിൻ്റെ ലോവർ എൻഡിലാണ് ഇപ്പോൾ നിഫ്റ്റി ഉള്ളത്. ആ സപ്പോർട്ടിൽ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഹവർലി ചാർട്ടിലെ ഡൈവേർജൻസും വരും ദിവസങ്ങളിലെ ഒരു പുൾ ബാക്കിൻ്റെ സൂചനയാവാം. ഇനി ഡെയിലി ക്യാൻഡിൽ ബിയറിഷ് എൻഗൾഫിംഗ് പാറ്റേൺ ആണ് ഡെയിലി ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത്. അത് ഒരു നെഗറ്റീവായിട്ടുള്ള ഫാക്ടർ തന്നെയാണ്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്ക് ആദ്യം കോൾ സൈഡിൽ 22,500-ലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷം 22,300 സ്ട്രൈക്കിലും അതിനുശേഷം 22,200 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിലേക്ക് വന്നാൽ 22,000-ലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 21,000 സ്ട്രൈക്കിലും അതിനുശേഷം 21,500 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 22,200-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 21,500-ഉമാണ്. ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങൾ പരിശോധിക്കാം. ആദ്യം 22,000 സ്ട്രൈക്കിൽ 156% വർധനവാണ് പുട്ട് സൈഡിൽ കാണുന്നത്. ഒരു ലോങ് ബിൽഡപ്പ് തന്നെയാണ് ആ സ്ട്രൈക്കിലുള്ളത്. കോൾ സൈഡിലേക്ക് വന്നാൽ 1,964% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പ് ആ സ്ട്രൈക്കിൽ കാണാം. അടുത്തത് 21,950 സ്ട്രൈക്കിൽ പുട്ട് സൈഡിൽ 622% വർധനവാണുള്ളത്. ലോങ് ബിൽഡപ്പ് തന്നെയാണ്. കോൾ സൈഡിൽ 3,734% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പ് ആ സ്ട്രൈക്കിൽ കാണാം. 22,050 സ്ട്രൈക്കിൽ 1,434% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പ് കോൾ സൈഡിൽ കാണാം. പുട്ട് സൈഡിലേക്ക് വന്നാൽ 292% വർധനവാണുള്ളത്. ഒരു ലോങ് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിൽ കാണുന്നത്. ഈ 3 സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള കോൾ സെല്ലേഴ്സ് തന്നെയാണ് കൂടുതൽ ശക്തമായി നിൽക്കുന്നത് എന്ന് കാണാം. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 47,069-ൽ 415 പോയിന്റ്സ് ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിക്കും പുതിയ ഉയരങ്ങളിലേക്ക് പോകാൻ കഴിയാതെ നിൽക്കുക തന്നെയാണ്. ഹയർ ലെവലിൽ നല്ല സെല്ലിംഗ് പ്രഷറാണ് ഇന്നലെയും കണ്ടത്. അടുത്ത ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ട് 46,500-ആണ്. 100-ഡേ EMA ഉള്ള ഒരു ലെവൽ അതാണ്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഇപ്പോൾ നിൽക്കുന്ന സോൺ വളരെ പ്രധാനപ്പെട്ടതാണ്. 47,000 മുതൽ 47,100 വരെയുള്ള സോൺ. ഇനി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകൾ 48,000-ലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് ഉള്ളത്. അതിനുശേഷം 49,000 സ്ട്രൈക്കിലും അതിനുശേഷം 47,500 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ 47,000-ലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 47,500 സ്ട്രൈക്കിലും അതിനുശേഷം 46,000 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 47,500-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 47,000-ഉമാണ്. ഇന്ത്യ വിക്സിലേക്ക് 12.88-ൽ 2.08% നേട്ടത്തിലാണ് ഇന്ത്യ വിക്സ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. തുടർച്ചയായ 4ാമത്തെ ദിവസവും പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു എന്നതാണ് ഇന്ത്യ വിക്സിൻ്റെ ഇന്നലത്തെ പ്രത്യേകത. ഇന്ന് എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഷെയർ ചെയ്യുന്ന ഒരു ഇക്വിറ്റി പ്രൈക്കോളാണ്. ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് 428-ആണ്. ടാർഗറ്റ് 455-ഉം സ്റ്റോപ്പ് ലോസ് 390-ഉമാണ്. ഈ സ്റ്റോക്ക് ഇവിടെ പറയുന്നത് നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ്. ഈ സ്റ്റോക്കിനെ കുറിച്ച് കൃത്യമായി തന്നെ നിങ്ങൾ ഫണ്ടമെൻ്റൽസും ടെക്നിക്കൽസും എല്ലാം നോക്കിയതിന് ശേഷം മാത്രം എൻട്രി എടുക്കുക. എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഷെയർ ചെയ്യുന്ന F&O സ്റ്റോക്കുകളും സ്വിംഗ് സ്റ്റോക്കുകളുടെയും പെർഫോമൻസ് അനാലിസിസിലേക്കാണ്. ആദ്യം സ്വിംഗ് സെഗ്മെന്റിൽ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സ്റ്റോക്കുകൾ യൂണിവാസ്തു ഇന്ത്യ ലിമിറ്റഡ്. ഏപ്രിൽ 16-നാണ് നമ്മൾ എൻട്രി എടുക്കുന്നത്. 152.75 എന്ന നിലയിൽ എൻട്രി എടുത്തു. വെറും ഒരു ദിവസം കൊണ്ട് നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുകയുണ്ടായി. 168 വരെ സ്റ്റോക്ക് അപ്പായി. ഏകദേശം 9% മുകളിലാണ് നമുക്ക് പ്രോഫിറ്റായി ഈ സ്റ്റോക്കിൽ ലഭിച്ചത്. അടുത്ത ഒരു സ്റ്റോക്ക് ജസ്റ്റ് ഡയലാണ്. ഏപ്രിൽ 12-നാണ് എൻട്രി എടുക്കുന്നത്. 908-ൽ എൻട്രി എടുത്തു.
1025 വരെയാണ് സ്റ്റോക്ക് അപ്പായത്. ഏകദേശം 11% മുകളിൽ നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. മറ്റൊരു സ്റ്റോക്ക് സരിഗമയാണ്. ഏപ്രിൽ 16 എൻട്രി എടുക്കുന്നത്. 405 നിന്നും 432.5 വരെയാണ് അപ്പായത്. ടാർഗറ്റ് ഹിറ്റ് ചെയ്യുകയുണ്ടായി. 6.3% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. മറ്റൊരു ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സ്റ്റോക്ക് CDSL ആയിരുന്നു. ഏപ്രിൽ 12 1984 എൻട്രി എടുക്കുന്നത്. 2048 വരെയാണ് അപ്പായത്. 3.1% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. മറ്റൊരു സ്റ്റോക്ക് ഉഷ മാർട്ട് ആയിരുന്നു. ഏപ്രിൽ 12 346 എൻട്രി എടുക്കുന്നത്. 369 വരെ അപ്പായി. 6% മുകളിലാണ് പ്രോഫിറ്റായി ലഭിച്ചത്. അടുത്തത് പവർ ഇന്ത്യ. ഏപ്രിൽ 18 835 എൻട്രി എടുത്തത്. 8285 വരെ അപ്പായി. 3% മുകളിലാണ് ഈ സ്റ്റോക്കിൽ നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചത്. നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സ്വിംഗ് സ്റ്റോക്കുകളാണ് ഇവിടെ പറഞ്ഞത്. ഒത്തിരിയേറെ സ്റ്റോക്കുകൾ നല്ല പ്രോഫിറ്റിലേക്ക് വരുന്ന സ്റ്റോക്കുകളുണ്ട്. അതൊന്നും നമ്മളിവിടെ എടുത്തു പറയുന്നില്ല. ഇനി നമ്മുടെ ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിൽ ആദ്യം FIDA ആക്ടിവിറ്റിയാണ്. FIS ഇന്നലെ സെല്ല് ചെയ്ത് 4260 കോടി രൂപയ്ക്കാണ്. DIs ആവട്ടെ 2285 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. അഗ്രസീവായ സെല്ലിങ്ങിലാണ് FIS എന്ന് കാണാം. കഴിഞ്ഞ 4 ദിവസത്തെ കണക്കെടുത്താൽ ഏപ്രിൽ 12 827 കോടി രൂപയ്ക്ക് സെല്ല് ചെയ്തു. ഏപ്രിൽ 15 3268 കോടി രൂപയ്ക്ക്, ഏപ്രിൽ 16 4468 കോടി രൂപയ്ക്ക്, ഏപ്രിൽ 18 4260 കോടി രൂപയ്ക്കും സെല്ല് ചെയ്തു. ഈ 4 ദിവസം കൊണ്ട് മാത്രം 20,023 കോടി രൂപയ്ക്കാണ് അവർ സെല്ല് ചെയ്ത്. US മാർക്കറ്റിലേക്ക് തുടർച്ചയായ 5ാമത്തെ ദിവസവും S&P 500ഉം നാസ്ഡാക്കും ഇടിയുകയുണ്ടായി. നാസ്ഡാക്ക് 0.52% നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്ത്. S&P 500 0.22% നഷ്ടത്തിൽ ക്ലോസ് ചെയ്തു. ഡൗ ജോൺസ് 0.06% നേട്ടത്തിലും ക്ലോസ് ചെയ്തു. ഇപ്പോൾ കോർപ്പറേറ്റ് ഏണിംഗ്സ് ആണ് മാർക്കറ്റിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതേസമയം സാമ്പത്തിക ഡാറ്റയും ഫെഡറൽ റിസർവ് ഉദ്യോഗസ്ഥരുടെ അഭിപ്രായങ്ങളും സെൻട്രൽ ബാങ്ക് സമീപകാല ഭാവിയിൽ പലിശ നിരക്ക് കുറയ്ക്കാൻ സാധ്യതയില്ലെന്ന് നിർദ്ദേശിക്കുന്നു. ഈ 2 കാരണങ്ങളുമാണ് ഇപ്പോഴത്തെ ഈ ഇടിവിന് കാരണം. ഇനി തൊഴിൽ വിപണിയിൽ പ്രതിവാര തൊഴിലില്ലായ്മ ക്ലെയിമുകൾ മുന്നാഴ്ചയിൽ നിന്ന് മാറ്റമില്ലാതെ 2,12,000 ഉയർന്നു. തൊഴിൽ വിപണി സ്ഥിരതയുള്ളതായി സാമ്പത്തിക ഡാറ്റ കാണിക്കുന്നു. ഇനി S&P 500ലേക്ക് വന്നാൽ തുടർച്ചയായ 5 മാസം ഉണ്ടാക്കിയ നേട്ടത്തിന് ശേഷം ഏപ്രിൽ മാസം നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്യാൻ ഒരുങ്ങുന്നത്. 4.6% ഇപ്പോൾ ഇടിഞ്ഞിരിക്കുന്നത്. ഇനി സ്റ്റോക്കുകളിലേക്ക് വന്നാൽ നെറ്റ്ഫ്ലിക്സ് ഏകദേശം 4% ഇടിവാണ് ഉണ്ടാക്കിയത്. മെറ്റ 1.5% ഉയരുകയും ചെയ്തു. അടുത്തത് റോയിറ്റേഴ്സ് നടത്തിയ പോളിൽ ഭൂരിഭാഗം 100 സാമ്പത്തിക വിദഗ്ധരുടെ അഭിപ്രായത്തിൽ US ഫെഡറൽ റിസർവ് അതിൻ്റെ പ്രധാന പലിശ നിരക്ക് കുറയ്ക്കാൻ സെപ്റ്റംബർ വരെ കാത്തിരിക്കും എന്ന് പറയുന്നു. അപ്പോൾ ഇനിയൊരു റേറ്റ് കട്ടിനുള്ള സാധ്യത സെപ്റ്റംബറിലാണ് എന്നാണ് ഈ വാർത്ത സൂചിപ്പിക്കുന്നത്. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കാം. ആദ്യം ടെക് സൈഡിൽ റിസൾട്ടുകൾക്ക് ശേഷം ഇൻഫോസിസ് ADR 2.57% ഇടിഞ്ഞത്. വിപ്രോ 1.71% ഇടിഞ്ഞു. ബാങ്കിങ് സൈഡിൽ ICICI ബാങ്ക് 0.82% ഇടിഞ്ഞപ്പോൾ HDFC ബാങ്ക് 1% മുകളിൽ നേട്ടമുണ്ടാക്കി. മെയ്ക്ക് മൈ ട്രിപ്പ് 2.53% ഇടിഞ്ഞു. ഡോക്ടർ റെഡ്ഡി 0.55% നഷ്ടത്തിലും ക്ലോസ് ചെയ്തു. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡൗ ജോൺസ് 0.31% ഇടിവിലാണ്. S&P 500 0.38% ഇടിവിലും, നാസ്ഡാക്ക് 0.50% ഇടിവിലുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. യൂറോപ്യൻ മാർക്കറ്റുകൾ വീണ്ടും പോസിറ്റീവിൽ തന്നെയാണ് യൂറോപ്യൻ മാർക്കറ്റുകൾ ക്ലോസ് ചെയ്തത്. ഇപ്പോൾ പൊതുവിൽ യൂറോപ്യൻ മാർക്കറ്റുകൾ തന്നെയാണ് കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ളത്. ഇന്നലെ ക്ലോസ് ചെയ്ത യൂറോപ്യൻ മാർക്കറ്റുകളിൽ UK മാർക്കറ്റ് FTSE 0.37% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തത്. ഫ്രാൻസ് മാർക്കറ്റ് CAC 0.52% നേട്ടത്തിലും, ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് 0.38% നേട്ടത്തിലുമാണ് ക്ലോസ് ചെയ്യുന്നത്. സ്റ്റോക്ക് 600 0.3% നേട്ടമാണ് ഉണ്ടാക്കിയത്. അവിടെ ബാങ്കിങ് സെക്ടർ 1.6% നേട്ടത്തിലും, ഓയിൽ ആൻഡ് ഗ്യാസ് സ്റ്റോക്കുകൾ 1.4% നഷ്ടം രേഖപ്പെടുത്തിയപ്പോൾ എയർലൈൻ സ്റ്റോക്കുകൾ നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തത്. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന യൂറോപ്യൻ മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡാക്സ് 0.31% നഷ്ടത്തിലും, FTSEയും 0.31% തന്നെ നഷ്ടത്തിലും, CAC 0.48% നഷ്ടത്തിലുമാണ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റുകൾ തായ്വാനീസ് ചിപ്പ് ഭീമന്മാരായ തായ്വാൻ സെമി കണ്ടക്ടർ മാനുഫാക്ചറിംഗ് കോർപ്പറേഷൻ വ്യാഴാഴ്ച ആദ്യപാദ വരുമാനം എക്സ്പെക്റ്റേഷനെ ബീറ്റ് ചെയ്തതിന് ശേഷം ഇന്ന് ചിപ്പ് സ്റ്റോക്കുകൾ ഫോക്കസിലാവാനുള്ള സാധ്യതയുണ്ട്. ജപ്പാനിൽ നിന്നും മാർച്ച് ഇൻഫ്ലേഷൻ ഡാറ്റ പുറത്തു വന്നു. ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ ഫെബ്രുവരിയിൽ 2.8% നിന്ന് മാർച്ചിൽ 2.7% കുറഞ്ഞു. കോർ ഇൻഫ്ലേഷൻ ഇൻലൈൻ വിത്ത് എക്സ്പെക്റ്റേഷൻ തന്നെയായിരുന്നു. ഇപ്പോൾ ഓപ്പൺ ചെയ്ത ഏഷ്യൻ മാർക്കറ്റുകളിൽ ഗിഫ്റ്റ് നിഫ്റ്റി വലിയ ഇടിവിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. 21,876 ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. 191 പോയിന്റ്സ് ഇടിവിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്.
ഇപ്പോഴത്തെ നില വെച്ച് നിഫ്റ്റിയിൽ ഇന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത് 175 മുതൽ 185 പോയിൻറ്റ്സിൻ്റെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിന് തന്നെയാണ് സാധ്യതയുള്ളത്. ഇപ്പോൾ ഓപ്പൺ ചെയ്ത നിക്കി മാർക്കറ്റ് 2.70% ഇടിവിലാണ് ട്രേഡ് ചെയ്യുന്നത്. വലിയ നഷ്ടത്തിൽ തന്നെയാണ് ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം. തായ്വാൻ മാർക്കറ്റ് 2.01% നഷ്ടത്തിലും, കോസ്പി മാർക്കറ്റ് 2.06% നഷ്ടത്തിലും, സിംഗപ്പൂർ മാർക്കറ്റ് ഒരു മ്യൂട്ടഡ് അവസ്ഥയിലുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഓയിൽ പ്രൈസുകൾ. അസംസ്കൃത എണ്ണ വിതരണത്തെ തടസ്സപ്പെടുത്തുന്ന ഇസ്രയേലും ഇറാനും തമ്മിലുള്ള യുദ്ധത്തെക്കുറിച്ചുള്ള ആശങ്കകൾ വ്യാപാരികൾ നിരസിച്ചതിനാൽ ആഴ്ചയുടെ തുടക്കത്തിലെ വിറ്റഴിക്കലിന് ശേഷം ക്രൂഡ് ഓയിൽ ഫ്യൂച്ചേഴ്സ് വ്യാഴാഴ്ച സമ്മിശ്രമായാണ് ക്ലോസ് ചെയ്തത്. ഇപ്പോൾ ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഉള്ളത് $88.04 പെർ ബാരൽ എന്ന നിലയിലാണ്. 1.32% നേട്ടത്തിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. WTI ഉള്ളത് $83.74 പെർ ബാരൽ എന്ന നിലയിലാണ്. 1.27% നേട്ടത്തിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇന്നത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളും നമ്മുടെ വ്യൂസുമാണ് ഇവിടെ ഷെയർ ചെയ്ത്. ഇത് റെക്കമെൻഡേഷൻ അല്ല എന്ന് ഒരിക്കൽ കൂടി പറയുന്നു. എങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.